ലോത്ത് അബ്രഹാമും ലോത്തും ഉണ്ട്. ഈ സ്വത്തെല്ലാം ആരുടെയാ? ലോത്തിൻ്റെയാണ്. സ്വത്തെല്ലാം ആരുടെയാ? ലോത്തിൻ്റെയാണ്. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തോ ഉണ്ടായി? വഴക്കുണ്ടായി. എന്തുകൊണ്ട്? അത് അടിവരയിട്ടേ. എന്തുകൊണ്ട്? 6-ാം വാക്യം. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാ. അടുത്തത്, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ പറഞ്ഞേ. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ക്രൈസ്തവ സഭാ വഴക്കുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. എല്ലാം എന്തിൻ്റെ പേരില്ല? സമ്പത്തിൻ്റെ പേരില്ല. സമ്പത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ വഴക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പലയിടത്തും ഇപ്പോൾ ഡിവോഴ്സ് നടക്കാൻ കാര്യം, വഴക്കുണ്ടാകാൻ കാര്യം 2 പേർക്കും എന്തോ ഉണ്ട്? ശമ്പളമുണ്ട്. 2 പേർക്കും ശമ്പളം ഇല്ലായിരുന്നെങ്കിലോ വഴക്കുണ്ടോ? ഇല്ല. സമ്പത്തിൻ്റെ പേരിൽ എന്തോ ഉണ്ടാക്കരുത്. സമ്പത്ത് കൂടുന്ന ഈ സഭാ ഫണ്ടിൽ ഒത്തിരി പൈസ മിച്ചം വരരുത്. മിച്ചം വന്നാൽ അവർ പറയും ആ പൈസ എടുത്ത് ഇങ്ങോട്ട് ചെയ്യും, ഈ പൈസ ഇങ്ങോട്ട് ആക്കണ്ട. അത് എടാ, ഈ പൈസ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മുട്ടയിൽ നിന്ന് കർത്താവ്. ഫണ്ട് കെട്ടിക്കിടന്നാലും എന്താ പ്രശ്നമാണ്. ഫണ്ട് വരണം, അതിലൊരാവശ്യം കാണും, ഫണ്ട് പോവും. അടുത്ത ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ സമ്പത്തുണ്ടായതിൻ്റെ പേര് വഴക്കുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അയർലൻഡിൽ പോയി, ദേശം പറയാൻ പാടില്ല, എനിവേ ഒരു പാശ്ചാത്യ രാജ്യത്ത് പോയി. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കസിനെ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടു. എനിക്ക് അവിടെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോള് പണിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിയിരിക്കൊന്നും വേണ്ട. ഒരു മലയാളിയായ ഒരു ദൈവദാസനെ അവരുടെ സഭക്കാർ വിദേശത്ത് കൊണ്ടുപോകുമ്പോൾ ശുശ്രൂഷ നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? അല്ല. നമുക്ക് വേണ്ടിയൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിനൊക്കെ നിർത്താൻ എൻ്റെ സഭയുണ്ട്. എന്നാലും നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ കൊണ്ടാണ് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോള് പണിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കസിന് ചർച്ചിനോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. അവിടെയുള്ള പിള്ളേർ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും അവർ പറയുന്നുണ്ട്. പാസ്റ്റർ വന്നിട്ടുണ്ട്, ഹോള് പണിക്ക് വേണ്ടിയുണ്ട്, പാസ്റ്ററെ സഹായിക്കണം, ഇന്ന ആവശ്യത്തിനെ പോകത്തുള്ളൂ. അപ്പം നമുക്ക് എന്തോ കിട്ടിയാലും നമ്മൾ അവിടെ കൊടുക്കും, അവരതെല്ലാം ഇങ്ങോട്ട് അയക്കും. അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, ഭാര്യയും ഭർത്താവും കൂടെ. അതിന് പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നല്ല തണുപ്പാണ്. അവിടുത്തെ തണുപ്പല്ലേ, എന്നെ അങ്ങ് വിറയ്ക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നോ ഹീറ്റല്ലേ? അപ്പം പിള്ളേരും തണുക്കുക. അപ്പോൾ ഹീറ്റർ എന്നെ ഓണാക്കാൻ പോയി, എന്നെ അങ്ങ് തണുക്കുന്നു, എനിക്ക് തണുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞാൻ ചോദിച്ചു എന്താ കാര്യം? അവിടുത്തെ അവർ പ്രത്യേക ആ ഒരു സ്ഥലത്ത് ടോപ്പപ്പ് ചെയ്യുകയാണ് ഗ്യാസ് കൊണ്ടുവന്ന്. ഹീറ്ററിൻ്റെ ഗ്യാസ് ടോപ്പപ്പ് ചെയ്യുക, ഈ പ്രീപെയ്ഡായിട്ട് ടോപ്പപ്പ് ചെയ്യുക. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഇവർ പൈസ കൊടുത്തിട്ട് അവരത് ടോപ്പപ്പ് ചെയ്യും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവൾ ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അവൻ ചെയ്തില്ല. അപ്പം ഇവൻ്റെ ടേണാണ്. അതുകൊണ്ടാണ് ചെയ്യാൻ. എന്നെ വിറച്ചു. അപ്പം ഞാൻ ചോദിച്ചു, വല്ലതും കഴിച്ചു ഈ പിള്ളേർ? അതുപോലും ശരിക്കും മേടിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിൻ്റെ പൈസ കൊടുത്തത്. ഇവർ തമ്മിൽ തല്ലുക, പൈസ. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. അവൻ്റെ അപ്പന് അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല. ഇവിടെ അപ്പന് അസുഖം വന്നപ്പം അവൻ പൈസ അയപ്പിച്ചില്ല. 2 അപ്പന്മാരും അറ്റാക്ക് വന്ന് ചത്തു. ചത്തു. പിന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരുമാതിരി നിങ്ങൾ തമ്മിത്തല്ല. എനിക്കൊക്കെ ദേഷ്യം വന്നു. ഒന്നാ എന്നെ തണുക്കുകയാണ്. തണുത്ത് മക്കളെ. അപ്പോൾ എന്നെ കൊണ്ടുപോയി കസിൻ എന്നെ ചൊറിഞ്ഞിട്ട് പതുക്കെ പറഞ്ഞ് ചെവിയിൽ, അവളെ സപ്പോർട്ട് ചെയ്തു. ഇത് ശരിയാകുന്ന കേസല്ല, ഗുണം പിടിക്കത്തില്ല. അവളെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് പൈസ തരുന്ന അവളാ. നമുക്ക് കിട്ടുന്ന മേടിച്ചിട്ട് പോവാ, ഇത് ശരിയത്തില്ല. അതൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് പോയേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും കരി വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ പൈസ, ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാൽ ഹോൾ ഇടിഞ്ഞു താഴെ പോകും.
ഇവിടെ ഹോള് ഈ പൈസ കൊണ്ട് മോളെ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ എന്നും പ്രാർത്ഥിച്ചോണം. വേണ്ടാത്ത പൈസ കൈ വരികയും ചെയ്യരുത്. വേണ്ടാത്തവരുടെ പൈസയും വരരുത്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. പൈസ വേണം, അത് വേറെ കാര്യം, കാരണം കാര്യങ്ങൾ നടക്കണ്ടേ. പക്ഷേ വേണ്ടാത്ത പൈസ എന്ത് ചെയ്യണ്ട. ചില പൈസ വരരുത് മക്കളെ, ചില നന്മ വരരുത്, അത് അഴുക്കാണ്. ഞാൻ പറഞ്ഞു ഇവിടെ പൈസ കൊണ്ട് ഓളും, എനിക്കിവിടെ പൈസ വേണ്ട. എന്നെ ഞാൻ കലിച്ചു, എന്നെ വിറച്ചില്ലേ? അത് ദേവദാസനല്ലേ? നിങ്ങൾ എന്താ ഈ പറഞ്ഞേ? എനിക്കൊരു വിലയില്ലേ? എന്നാ ഞാൻ പറഞ്ഞു ഈ പിള്ളേരെ വിറപ്പിച്ചു, അതിലൊക്കെ ഉപരി എന്നെ വിറപ്പിച്ചു. നിങ്ങളെ രണ്ടിനെയും താമ്പുരം പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും. ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചെരുപ്പൂരി അവിടെ കൊട്ടിയിട്ടിട്ടിങ്ങി പോന്നു. അഹങ്കാരം, പൈസയുടെ പേരും പിള്ളേരെ പട്ടിണി കിടന്നു. സംഭവിച്ചു കേൾക്കണോ? അടുത്ത ദിവസം രണ്ടും കൂടെ വഴക്കുണ്ടാക്കി. ഒച്ച മൂത്തപ്പോൾ അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവനെ ഡീപ്പോർട്ട് ചെയ്തു. പിള്ളേരെ പാകിസ്ഥാനികൾക്ക് കൊടുത്തു. തീർന്നേ. എന്തിൻ്റെ പേരില്ല? സമ്പത്ത്. സംഭവങ്ങൾ പറയരുന്ന, പക്ഷേ ആളും പേരും അറിയാതെ ചില കാര്യങ്ങൾ പറയുന്നത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് പൈസ അയക്കും. ആ മാസം അവന് പൈസ അയക്കാൻ താമസിച്ചു. ഇവളങ്ങ് പിണങ്ങി. നാട്ടിലാണ് ഇവള് പിണങ്ങി. കാരണം എന്താ അയച്ചില്ല? പൈസ. സത്യമാണ്, അവിടെ ഇവിടെ ആവശ്യമില്ല. പക്ഷേ 1-2 ദിവസം മുമ്പോട്ട് പോയപ്പോൾ ഇത്രയും പിണങ്ങണം. അവൻ അയക്കാനൊത്തില്ല. അവൻ പൈസ അവൻ അയച്ചു. പക്ഷേ ഇവളെ വാട്സപ്പ് ആ ലിസ്റ്റ് തുറന്നു നോക്കിയില്ല. ദേഷ്യം പൈസ ദേഷ്യം. ഇവൻ രാത്രി വിളിക്കുക. രാത്രി ഇവൻ്റെ കോള് വരുമ്പോൾ ഇവൾ സൈലൻ്റാക്കി ഇങ്ങനെ വെച്ച്, പഠിക്കട്ടെ, നീ വിളിക്കടാ, നീ വിളിക്കുക, ടിങ് 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 ടിങ്. ഒത്തിരി വട്ടം വിളിച്ചു. എടുത്തില്ല ഇവിടെ. പൈസയാ അയച്ചില്ല. നേരം വെളുത്തപ്പം 10-18 മിസ് കോള്. ആങ്കാരി എൻ്റെ കോള്. ഉച്ചയായപ്പോൾ ഒരാൾ വിളിച്ചു, ഇന്നാളുടെ ഭാര്യയാണ്, ആണു, മുറി ചത്ത് കിടപ്പുണ്ട്. അറ്റാക്കായിരുന്നു. ഈ അറ്റാക്ക് വന്നപ്പോഴാണ് വിളിച്ചേ. ഇന്ന് അവൾ വിഷാദ രോഗിയാണ്. ഒറ്റ ചിന്ത, കോൾ എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല. ഷീ ബിക്കേം എ ഡിപ്രസീവ് പേഷ്യൻറ്റ്. എന്തിൻ്റെ പേരിലാണ് വഴക്കുണ്ടാക്കിയേ? സമ്പത്തിൻ്റെ പേര്. ഈ സമ്പത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കരുത്, വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. കിട്ടുന്ന പൈസ എല്ലാവരും കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ കൈവച്ച് സ്തോത്രം ചെയ്യണം, നന്ദി പറയണം, ദൈവത്തിനുള്ളത് മാറ്റിവെക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അബ്രഹാം അവിടെ ഒരു സ്റ്റാൻഡ് എടുത്തു. ഞാൻ വഴക്കിനില്ല, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. താണ്ട് ലോകത്തിന് പറ്റിയത് കണ്ടോ? അമ്മോന്യരും മോവാബ്യരും. ഇന്നും അബ്രഹാം അറിയപ്പെടുന്നു ആരുടെ പിതാവാ? വിശ്വാസികളുടെ പിതാവ്. സമ്പത്തിൻ്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. വഴക്കുണ്ടാക്കാൻ പോയില്ല. ചില കാര്യങ്ങളിൽ ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിലും മിണ്ടാതിരുന്നാൽ തമ്പുരാൻ തെളിയിക്കും. എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നറിയാവും? അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കനാന്യരും 13-ാം അധ്യായം, അബ്രഹാമിൻ്റെ ഇടയും ലോകത്തും തമ്മിൽ പിണക്കം ഉണ്ടായി എന്ന് എഴുതിയിട്ടൊരു ഇടയ്ക്ക് വേണ്ട, അത് അവിടെ ഒരു ആവശ്യമേ അല്ല വാക്ക്. ഇടയന്മാരും തമ്മിൽ പിണക്കം ഉണ്ടായി അല്ലേ? അവിടെ ഒരു ലൈനുകളുടെ തിരികെ കിട്ടുന്ന ഒരു വാക്കുണ്ട്, കനാന്യരും പെരിസരും അന്തേശപാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയ ആര് കാണും? അതുകൊണ്ടാണ് അബ്രഹാം വിട്ടുവാഴ്ച ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ കനാന്യരും പെരിസരും ഉണ്ടെന്നറിയാമോ? ആരാ? പിള്ളേരെ അടിച്ചോ? കനാന്യരും പെരിസരും എവിടെ ഉണ്ട്? എൻ്റെ മന്നെ അവിടെ ഉണ്ട്. അവിടെ എവിടെ? വീട്ടിലുണ്ട് കനാന്യരും പെരിസരും. അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ സകല ദുരിതവും അനുഭവിക്കാൻ പോകുന്നത് അവിടെ മനസ്സിലാക്കുന്ന മുറിവുകളാണ്. ഹിറ്റ്ലർ ഏറ്റവും വലിയ തെളിവാണ്. ഹിറ്റ്ലറുടെ ആത്മകഥയുണ്ട്, മെയിൻ കാഫ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ അനാലിസിസിന് വിധേയപ്പെട്ട ആത്മകഥയാണ്. ബാല്യം അവനെ അങ്ങനെ ആക്കിയത്. ഒരിക്കലും എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. ആരുണ്ട്? കനാന്യരും പെരിസരും.
നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ആവശ്യമില്ലാത്ത ഒന്നും കയറരുത്, ബാധ വരും. എന്ത് കലങ്ങരുത്? ഭാഷ കലങ്ങരുത്. എവിടെ പേര് വേണം? മേളി ഉണ്ടോ? സ്വത്ത് എവിടെ കൂട്ടണം? മേളി. അച്ഛാ ഇല്ലാത്തപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ആരും പറഞ്ഞില്ല, ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. പിള്ളേരോടും ചോദിച്ചു, വലിയോടും ചോദിച്ചു, മോളോടും ചോദിച്ചു, അമ്മയോടും ചോദിച്ചു. അച്ചായൻ്റെ പേരറിയാവും? അറിയത്തില്ല. പക്ഷെ ഇവർക്കെല്ലാം നടന്മാരെയും അവരുടെ ഭാര്യമാരുടെയും അവരുടെ പിള്ളേരുടെയും പേരറിയാം. അതുകൊണ്ട് ഈ സ്വത്തെല്ലാം കുറച്ച് വിറ്റിട്ട് സഭയെ കൊണ്ട് കൊടുക്കുക. ഈശോന്നു അയ്യോ, എക്സ്കർവേഷൻ ഇഷ്യൂ വന്നു. എല്ലാവർക്കും കൊടുക്കണം. മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എത്ര കൂട്ടി വെച്ചാലും തികത്തൊന്നുമില്ല, ഒന്നും തികയത്തില്ല. മനസ്സിലായോ? നല്ല അസുഖം വന്നാൽ, നല്ല 3-4 സ്കാൻ ചെയ്താൽ എല്ലാം പൊട്ടും, എല്ലാ FD പൊട്ടും. ഞാൻ 25 വർഷം പെങ്ങളെ കൊണ്ട് കിടന്ന എല്ലാം പൊട്ടും. അവസാനം 100 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, 10 ലക്ഷത്തിലേറെ ബില്ല്. ഞാനെന്നാൽ എൻ്റെ അപ്പനെ ഓർത്ത് സ്വോത്രം ചെയ്തു. അപ്പം കൂട്ടി വെച്ചായിരുന്നെങ്കിലും തികയത്തില്ലായിരുന്നു. പക്ഷെ അപ്പനെല്ലാം മേളിലിട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല. അപ്പനെല്ലാം മേളിലിട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല. എവിടെ ഇടണം? മേളിലിടണം. എൻ്റെ അപ്പൻ ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരം പറയല്ലേ, എൻ്റെ കിട്ടിയ പൈസ, എൻ്റെ ഇഷ്ടം പോലെ പൈസ വന്നിട്ടുണ്ട്. അഹങ്കാരം പറയല്ലേ, തെറ്റിദ്ധരിക്കരുതേ. പക്ഷേ എൻ്റെ കാര്യത്തിലൊന്നും ചിലപ്പം കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസികൾ ചിലപ്പോൾ പറയും, പ്രിൻസിപ്പാളിനെ കൊടുക്കരുത്, അപ്പാടിലെ കൊടുക്കാമായിരുന്നു. തൂവിക്കളഞ്ഞിട്ടില്ല, അടിച്ചു പൊളിച്ചിട്ടില്ല, മലേഷ്യയിലും സിംഗപ്പൂരിലും ടൂറും പോയിട്ടില്ല. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്യാൻ ഒത്തില്ല, പൈസ ഇല്ലായിരുന്നു. അന്നേരം മുമ്പേ പറഞ്ഞ പോലെ പട്ടിയുള്ളപ്പം കല്ലില്ല, കല്ലുള്ളപ്പോൾ പട്ടിയില്ല. പൈസ ഉണ്ടായിരുന്നപ്പോൾ സമയമില്ലായിരുന്നു, സമയം ഒത്തപ്പോൾ പൈസയില്ല. പക്ഷെ മേളിൽ ഡിപ്പോസിറ്റുണ്ട്, എല്ലാം നടക്കും. കഴിഞ്ഞ ദിവസം മോനെയും കൊണ്ട് കോളേജിൽ ചേർക്കണം. അപ്പം ഞാൻ അവന് തുടങ്ങുമ്പോൾ ഞാനിവിടെ കാണത്തില്ല. ഞാൻ ഉറങ്ങും, ഉച്ചയ്ക്ക് വന്ന് ശകലം തന്നെ ഉറങ്ങിയിട്ടെങ്കിൽ പൗർഷനിൽ പോകണം. കണ്ണിൽ ഉറക്കം കയറി അങ്ങോട്ട് വരുമ്പം വൈഫ് കൂടി വന്നിട്ട് വിളിച്ചു, അവളെങ്ങാണ്ടെന്ന് വന്നിട്ട് വിളിച്ചു, അച്ഛാ ഇന്ന് രാത്രി പോകണം. ഇന്ന് രാത്രി പോയില്ലെങ്കിൽ ഞാൻ ഡയറി നോക്കിയിട്ട് വേറെ 2 ദിവസം ഒന്നിച്ച് കിട്ടുന്നതില്ല, പോയി മോൻ്റെ കോളേജ് കാണണം, ഫീസ് അടയ്ക്കണം, ഇന്ന് പോകണം. ഇന്ന് രാത്രി പോയാലേ നമുക്ക് പോകാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് 2 ദിവസം ഇല്ല അച്ഛൻ പോകുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞു പോകണം. എന്നാൽ പിന്നെ എന്താ കുഴപ്പം? പൈസ നിൻ്റെ വല്ലതും ഉണ്ടോ? എൻ്റെ ഒന്നും ഇല്ല. പൈസ എങ്ങനെയാ? പൈസ എനിക്കറിയത്തില്ല. എന്നാൽ ശരി, ഓക്കെ, സ്വത്രം. പൗർഷ നിൽക്കുമ്പോൾ എന്നെ ഒരു അമ്മച്ചി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൂട്ടത്തിലുള്ള ഒരു സൗകര്യം വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ ഫോൺ ഓഫാ, ഒരമ്മച്ചി വിളിക്കുന്ന അത്യാവശ്യമായിട്ട് ചെല്ലണം, മർത്തമ്മക്കാരത്തി ഒരു അമ്മച്ചിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മച്ചി 80,000 രൂപ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഒന്നിനുമല്ല തൊട്ട് പോയേക്കരുത്. എന്നിട്ട് കൂടെ ഇന്ന് മോനെ പറഞ്ഞു, വേറെ ഒന്നിനും എടുത്തേക്കല്ലേ, മോൻ്റെ ഫീസ് അടയ്ക്കണം ദൈവം എന്നോട് പറഞ്ഞു. മേളിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇനി വരും. അതുകൊണ്ട് എല്ലാവരും എവിടത്തേക്കും ഡിപ്പോസിറ്റ് ചെയ്യണം. അബ്രഹാം മൽക്കീസദേക്കിന് എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. എബ്രായ ലേഖനം പറയുന്നു, ലേവി എവിടെ ഉണ്ടായിരുന്നു? അബ്രഹാം കൊടുത്തപ്പോൾ ആരില്ല. അത് കഴിഞ്ഞ് ആര്? ഇസഹാക്ക് കഴിഞ്ഞ് യാക്കോബിൻ്റെ ആദ്യത്തെ ഭാര്യ 2 പേര്, ലേയയും റാഹുലും. ലേയയ്ക്ക് രൂബേൻ, ഉൽപ്പത്തി 29, ശിമയോൻ, ലേവി, യഹൂദ. ലേവി ഉണ്ടോ അന്ന്? ഇല്ല. പക്ഷെ ലേവി എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ലേവിയും കൊടുത്തല്ലോ. 4 തലമുറയ്ക്കുള്ളവർക്കുള്ള ദശാംശമാണ് അബ്രഹാം കൊടുത്തത്. കണ്ടോ? ഉൽപ്പത്തി 14 അബ്രഹാം സകലത്തിൽ എന്ത് കൊടുത്തു? ഉൽപ്പത്തി 24 അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി. ദൈവം അവനെ
സകലത്തിലും അനുഗ്രഹിച്ചു. 2 വാക്യം നോക്കിയോ. ഉൽപ്പത്തി 14 സകലത്തിലും ദശാംശം കൊടുത്തു. 24:1 ഇട്ടേ. 24:1 ഉൽപ്പത്തി 24:1 അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിൽ അനുഗ്രഹിച്ചു. ഞാൻ 1-2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്നോട് ഒരു കെനിയൻ സഹോദരന് ഞാൻ ട്രാൻസ്ലേഷൻ നടത്തുക. പുള്ളി 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ബൈബിളിൽ തന്നെ ഞാൻ കുറിച്ചു. അദ്ദേഹം പറഞ്ഞ രസകരമായ കാര്യങ്ങളാണ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. എഴുതിയിട്ടോണേ. ഇഫ് യു ആർ സഫറിങ്. ആൻറ്റി എഴുതാ. ആൻറ്റി ഷൂ എന്ന് വെച്ചൊക്കെ എഴുതുക. ഇഫ് യു ആർ ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞു. ഇഫ് യു ആർ സഫറിങ്. എൻ്റെ കുഞ്ഞ് ഒഫൻഡഡ് ആകല്ലേ, ഞാൻ വളരെ തമാശ പറയുന്നതാണ്. ഐ എം വെരി ഫ്രീ. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. അടുത്തത് ഈ എല്ലാവരും സാധാരണ ഇപ്പം പറയുന്നൊരു വാക്കുണ്ട്, വല്ലാത്ത എന്താ ടൈറ്റാ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. എഴുത്. ഇഫ് യു ആർ ടൈറ്റ്. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിട. ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈറ്റ് ഭയങ്കര ടൈറ്റാ, ഞെരുക്കം, ടൈറ്റ് അല്ലേ? ചെക്ക് യുവർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദശാംശം. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഇത് God doesn't look what you give, but God looks what remain. ദൈവം നോക്കുന്ന എന്ത് കൊടുത്തു എന്നല്ല, എന്ത് ബാക്കിയുണ്ടെന്ന. When God lift you up, don't raise your standard of living, but instead raise your standard of giving. എഴുതിയിട്ടോ. When God lift you up, instead of raising your standard of living, raise your standard of giving. നമുക്ക് ഇച്ചിരി നല്ല വരുമാനമൊക്കെ വന്നാൽ നമ്മൾ ഒന്നര ഓർക്കും, ഈ കാർ മാറിയിട്ട് നല്ലൊരു കാർ മേടിക്കണം, ഈ ഫോൺ മാറ്റിയിട്ട് ഒരു ഐഫോൺ മേടിക്കണം, ഐഫോൺ പ്രോ മാക്സ്, ഏറ്റവും എന്താണ് 14 ഐഫോൺ 14 പ്രോ മാക്സ് മേടിക്കണം. ഇതെന്തോ വന്നാലും 2 വർഷം കൊണ്ട് പോകും. ശരിയല്ലേ? 2 വർഷമേ ഉള്ളൂ. 2.5 വർഷം കൊണ്ട് എത്ര സൂക്ഷിച്ചാലും എന്ത് ചെയ്യും? 3 വർഷത്തേക്കുള്ള ഓടുപോകും. ഇല്ല, സ്റ്റക്കാവും. വെൻ ഗോഡ് ലിഫ്റ്റ് യു അപ്പ് ഇൻസ്റ്റെഡ് ഓഫ് റൈസിങ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ സാധുക്കളായി ഒത്തിരി പേര് കൊടുക്കുന്നവരുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു കൃഷിക്കാരൻ അച്ചായനുണ്ട്. എല്ലാ ആഴ്ചയിലും പുള്ളി ഇത് കേട്ടപ്പം 500 കൊടുത്തുകൊണ്ടിരുന്ന അച്ചായൻ 1000 കൊണ്ടിടാൻ തുടങ്ങി. ഒരു കൃഷിക്കാരനാണ്. 1000 രൂപ, പശുവിനെ വളർത്തുക, 1000 രൂപ. അപ്പം പുള്ളിയുടെ വീട്ടിൽ മോനും മരുമോളും കൂടെ ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടായിട്ട് വീട് മാറി. മോനും മരുമോളും കൂടെ വീട് മാറി. പക്ഷെ അവന് ഈ കൾച്ചർ ആയതുകൊണ്ട് അവൻ വീട് മാറിയപ്പം തൊട്ട് അവനും ഒരു കവർ എഴുതി, അവൻ്റെ ഒരു 250, അവനും അത്രയും പൈസയില്ല, അപ്പൻ്റെ തണലില്ല, ഇച്ചിരി വണ്ടിയൊക്കെ ഓടിക്കും, അവനും കൊണ്ട് എല്ലാ ആഴ്ചയിലും ഒരു 500 രൂപ കവറിൽ എഴുതിയിടും. അപ്പോൾ സഭയിൽ നിന്ന് എന്നോടാണ് പറഞ്ഞു, ഈ പ്രശ്നം മാറ്റി അവരെ എന്ത് ചെയ്യണം, ഒന്നിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒക്കത്തില്ല, കവർ എന്താകും? അവർ രണ്ടായിട്ട് ജീവിക്കുന്നതാണ്. വ്യാഗ്രയായിട്ട് കാണരുത്. തമാശ പറഞ്ഞ. എന്നാലും വീട് മാറിയാൽ അവനെ എന്തായിട്ട് കൂട്ടണം, അവനെ ഒരു കുടുംബമായിട്ട് കൂട്ടണമെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പാവങ്ങളാ. കണ്ണടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. അപ്പം നമുക്ക് ഇത്രയെല്ലാം കേട്ടല്ലോ. എന്ത് കൂട്ടണം? സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. ടൈറ്റ് 10% അല്ലേ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 20 കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സഹോദരി ഉണ്ടായിരുന്നു, 55 കൊടുക്കുമായിരുന്നു. അത് ഈ അവൾ ഗൾഫിലെ ഒരു ഇതാണ്. ഗൾഫിൽ നമ്മളൊരു ഷെയർ എങ്ങനെ ആയിരിക്കും, അർബാബിൻ്റെ
കമ്പനി തുടങ്ങുമ്പോൾ 51 ഏണ്ട ആരുടെയാണ് അയാൾ അല്ലേ? നമ്മൾ പൈസ മുടക്കിയാലും 50 മേജർ പോർഷൻ ആരുടെ ആയിരിക്കും? അവിടെ എവിടെ അങ്ങനല്ല എൻ്റെ അതിനാണ് നമ്മൾ 51 കൊടുക്കുന്നത്. 80 കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 80% ഒരു കുറവും വരുന്നില്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. When God lift you up, instead of raising your standard of living, we had to raise our standard of living. That is needed. നമ്മളൊരു മാരുതി 800 ആണെങ്കിൽ നാളെ നമുക്കൊരു നല്ല കാറ് വേണ്ടി വരും. അതെല്ലാം ആവശ്യമാണ്. നമ്മുടെ വീടൊന്ന് മാറ്റിയിട്ട് അയക്കേണ്ടി വരും, ആവശ്യമാണ്. ചെയ്യേണ്ടി വരും, AC വെക്കേണ്ടി വരും. ഇറ്റ്സ് ഓൾ നീഡഡ്. പക്ഷെ ഒരു കാര്യം കൂടെ കൂട്ടണം, സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ, കൊടുത്തു പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലുമൊക്കെ പോക്കറ്റ് മണി തരുന്നത് ഇന്ന് എന്ത് ചെയ്യണം? കൊടുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ പൗർവശനിയിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ പഠിച്ചതിൽ ഏറ്റവും വലിയ പാഠം തൃശ്ശൂരിനടുത്തുള്ള 2 പെൺകുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അവിടെ പിതാവ് മരിച്ചുപോയി. തൃശ്ശൂരിനടുത്താണ്, സമേർഹിയ. നല്ല 2 സുന്ദരി പെൺപിള്ളേർ, ഡിഗ്രിക്ക് പഠിക്കുക, മിടുക്കരാണ്, കണ്ടാ അറിയാം. അവർ ഈ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഈ ഒരു അങ്കമാലി ആ ഭാഗത്തെവിടെയാണ്. ആ കുഞ്ഞുങ്ങൾ കുറച്ച് പൈസ എൻ്റെ കൊണ്ടുതന്ന്. അപ്പം മരിച്ചുപോയി. അവരുടെ ഉപ്പാപ്പം വലിയൊരു കാശുകാരനാണ്. അവരാണ് അവരെ വളർത്തുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഈ കാശ് തന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിൻസിപ്പൽ പൗർവശൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു. അവധിക്ക് ഞാനും ചേച്ചിയും അമ്മയും കൂടെ കൂടി ചൂലുണ്ടാക്കി. എന്നിട്ട് ഈ സുന്ദരി പെമ്പിള്ളാർ വീടാന്തരം കയറി ചൂല് വിറ്റ് എൻ്റെ കാശ് എൻ്റെ കൊണ്ടു തന്നു. ചൂല് വിറ്റ് എൻ്റെ കാശ്. സുന്ദരി 2 പെമ്പിള്ളാർ വീടാന്തരം കയറി ചോദിച്ചു, എന്ത് വേണം? ചൂല് വേണം. ചൂല് വിറ്റ കാശ് കൈകൊണ്ട് മേടിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തമ്പുരാൻ ഇന്ന് ഈ സഭയൊക്കെ നിർത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഭാഷ എന്ത് ചെയ്യരുത്? കലങ്ങരുത്. മേളിൽ എന്ത് വേണം? ആസ്തി വേണം. വേണ്ടേ? വേണ്ടാത്ത ഒന്നും എവിടെ പാടില്ല, വീട്ടിൽ പാടില്ല. ലോകത്ത് കയറിയതുപോലെ പറ്റിയതുപോലെ വീട്ടിലെന്ത് കയറ്റരുത്? മദ്യം കയറ്റരുത്. നമുക്ക് പ്രാർത്ഥിക്കണം, മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. വേണ്ടേ? വേണം. പ്രാർത്ഥിക്കാം.